ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫേസ്ബുക്കിൽ നിന്നും നമുക്ക് എങ്ങനെ മന്ത്ലി നല്ലൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് ഫേസ്ബുക്ക് എന്താണെന്നോ അല്ലെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് ഫേസ്ബുക്ക് ഉപയോഗിക്കാത്തവരായിട്ട് വളരെ ചുരുക്കം വരെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് കിട്ടും എന്നുള്ളതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കണം. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലും കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ കുറച്ചും കൂടെ എങ്ങനെ നമുക്ക് ചെയ്താലാണ് കുറച്ച് നല്ല ഏണിങ്സ് ഒക്കെ കിട്ടുക എന്നുള്ള കുറച്ച് ഐഡിയാസൊക്കെ കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഫേസ്ബുക്ക് നമുക്ക് എങ്ങനെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ അല്ലെങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണെങ്കിലും അതിൽ നിന്നെല്ലാം നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഉള്ളത് നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പേജായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് അത് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് മോണിറ്റൈസേഷനിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ മുൻപൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് മോണിറ്റൈസേഷന് ഒത്തിരി ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു. അതായത് ഇത്ര ഫോളോവേഴ്സ് വേണം, ഇത്ര വാച്ച് ടൈം വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഏണിങ്സ് വന്നുകൊണ്ടിരുന്നത് നമുക്ക് സ്റ്റാർ, സബ്സ്ക്രിപ്ഷൻ, അതുപോലെ ബോണസ്, ഇൻസ്ട്രീമാർട്സ് ഈ ടൂളുകളിൽ നിന്നൊക്കെയായിരുന്നു ഫേസ്ബുക്ക് ഏണിങ്സ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അതായത് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന പോസ്റ്റുകൾ നമ്മുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് എല്ലാം കണ്ട് അവർക്ക് അത് ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് അവർ പൈസ അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് അവർക്ക് സ്റ്റാർ ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരാം. അങ്ങനെയാണ് നമുക്ക് സ്റ്റാർ കിട്ടുന്നത്. അപ്പോൾ ഒരു സ്റ്റാർ നമുക്ക് കിട്ടുവാണെങ്കിൽ $0.1 നമുക്ക് കയറുക. അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനലിൽ നമുക്ക് വേണമെങ്കിൽ ഇത്ര എമൗണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത്ര എമൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് നമുക്ക് ഏണിങ്സും കൊണ്ടുവരാം. ഈ രണ്ട് ഓപ്ഷനിൽ നിന്നും നമുക്ക് ഏണിങ്സ് വരുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന പേയ്മെൻ്റ് അല്ല, പക്ഷെ നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് നമ്മുടെ പോസ്റ്റുകളിൽ നിന്ന് കിട്ടുന്ന നമുക്കൊരു ഡൊണേഷൻ പോലെ അങ്ങനെ അവർ നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഫേസ്ബുക്ക് പേയ്മെൻറ്റ് തരുന്നത് ആർട്സ് ഓൺ റീൽസ്, ഇൻസ്ട്രീമാർട്സ്, ബോണസ് ആണ്. അപ്പോൾ ആർട്സ് ഓൺ റീൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീൽസ് ഇടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. അതുപോലെ ഇൻസ്ട്രീമാർട്സ് ആണെങ്കിൽ ലോങ് വീഡിയോസ് നമുക്ക് യൂട്യൂബിലൊക്കെ ഇടുന്ന പോലെ ലോങ് വീഡിയോസ് ഇട്ടാൽ അതിനകത്ത് ആർട്സ് കയറി അങ്ങനെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോണസാണ്. ബോണസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന ഇമേജുകൾക്ക് നമ്മളിടുന്ന ടെക്സ്റ്റുകൾക്കൊക്കെ നമുക്ക് ഏണിങ്സ് കിട്ടുന്നു. അതെല്ലാം ഫേസ്ബുക്കാണ് നമുക്ക് തരുന്നത്. ഇത്രയും ടൂളുകളിൽ നിന്നായിരുന്നു നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറ്റി കണ്ടൻറ് മോണിറ്റൈസേഷനിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സായിട്ട് ഒറ്റ പ്ലാറ്റ്ഫോമിലാണ് ഈ ഏണിങ്സ് എല്ലാം വരുന്നത്. ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എടുത്ത് നമ്മൾ മോണിറ്റൈസേഷൻ എടുത്ത് നമ്മൾ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് ബോണസിൽ എത്ര ഏണിങ്സ് വന്നു, ഇൻസ്ട്രീമാർട്സിൽ എത്ര ഏണിങ്സ് വന്നു, എല്ലാം വേറെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടൻറ് മോണിറ്റൈസേഷനിലോട്ട് മാറിയിട്ടുണ്ട്. കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്ലാറ്റ്ഫോമാണ്. എല്ലാ ഏണിങ്സും കൂടെ ഒറ്റ പ്ലാറ്റ്ഫോമിലാണ് കാണിക്കുക. അതായത് നമ്മുടെ വീഡിയോസ്, റീൽസ്, അതുപോലെ ഫോട്ടോസ്, പിന്നെ ടെക്സ്റ്റിന്, നമ്മുടെ സ്റ്റോറീസിൻ്റെ എല്ലാ ഏണിങ്സും കൂടെ നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണിക്കും. അപ്പോൾ ഇപ്പോൾ വരുന്നത് കണ്ടൻറ് മോണിറ്റൈസേഷനാണ്. ഫേസ്ബുക്കിൽ നമുക്ക് ഏണിങ്സ് വരുന്നത് കണ്ടൻറ് മോണിറ്റൈസേഷനിലാണ്. നമുക്ക് കണ്ടൻറ് മോണിറ്റൈസേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ യാതൊരു ക്രൈറ്റീരിയാസും ഇല്ല. അതായത് ഇത്ര ഫോളോവേഴ്സ് വേണം അല്ലെങ്കിൽ ഇത്ര വാച്ച് ടൈം വേണം, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രൊഫൈൽ നല്ല എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇൻവിറ്റേഷൻ വരും. അതുപോലെ കണ്ടൻറ് മോണിറ്റൈസേഷനിലൂടെ നമുക്ക് ഏണിങ്സും കിട്ടും. മുൻപൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഓപ്ഷൻസ് എടുക്കുവാണെങ്കിലും അവർ പറയുന്ന ക്രൈറ്റീരിയാസ് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ടൂൾസ് ഓരോന്നായിട്ട് ഓപ്പൺ ആയി തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കണ്ടൻറ് മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് ഓരോ ക്രൈറ്റീരിയാസും ഇല്ലാതെ നമുക്ക് പ്രൊഫൈലിന് നമുക്ക് ഏണിങ്സ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുക, നല്ല പോസ്റ്റുകളൊക്കെ ഇടുക. അപ്പോൾ ഇപ്പോൾ പോസ്റ്റുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന പ്രൊഫൈലിലാണെങ്കിലും നമുക്ക് ഏണിങ്സ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്നോർത്ത് ടെൻഷനൊന്നും ആവണ്ട. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തി ഒന്ന് നോക്കുക. പിന്നെ അതുപോലെ മാക്സിമം നല്ല കണ്ടൻറ്റുകൾ നമ്മൾ ചെയ്യാം. അപ്പോൾ ഓഗസ്റ്റ് 30 ആകുമ്പോഴേക്കും എല്ലാം കണ്ടൻറ് മോണിറ്റൈസേഷനിലോട്ട് വരുന്നവരെ കുറേ ആൾക്കാർ മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കൊന്നും കണ്ടൻറ് മോണിറ്റൈസേഷൻ്റെ ഇൻവിറ്റേഷൻ വരാത്തവരുണ്ട്. അവർക്കൊക്കെ ആ ഒരു ടൈമിനുള്ളിൽ അപ്ഡേറ്റ് ആവുമായിരിക്കും. എൻ്റെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ 2.5 മാസമായിട്ടേ ഉള്ളൂ. അതിന് മുൻപത്തെ ആ ഒരു പഴയ ഒരു ഇതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കണ്ടൻറ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കണ്ടൻറ് മോണിറ്റൈസേഷനാണ് കുറച്ചുകൂടെ നല്ലതെന്നുള്ളത്. കാരണം നമുക്ക് ബോണസ് ആ ഒരു ടൈമിലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏണിങ്സ് ഒന്നും അത്ര സ്റ്റേബിൾ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കണ്ടൻറ് മോണിറ്റൈസേഷൻ വന്നതോടുകൂടി കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ നല്ല റീച്ചും അതൊക്കെ വരുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ബോണസ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് കഴിഞ്ഞ മാസം എനിക്ക് 3 വീക്കിലും എക്സ്ട്രാ ബോണസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണേ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് മുൻപത്തെ ഇതിൽ വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ നന്നായിട്ടാണ് തോന്നുന്നത് കണ്ടൻറ് മോണിറ്റൈസേഷൻ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്യുക.
അതുപോലെ നല്ല പോസ്റ്റുകളൊക്കെ ഇടുക. പിന്നെ സബ്ജക്റ്റൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ കാണുന്ന എല്ലാം കൂടെ മിക്സ് ചെയ്തിടരുത്. കുറച്ച് നല്ല സബ്ജക്റ്റ് ഏതാണോ എടുക്കുന്നത് ആ സബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനെക്കുറിച്ചുള്ള പോസ്റ്റുകൾ മാത്രം ഇടുക.